എൻ്റെ പേര് ബാബുരാജ്. പക്ഷേ ബാബുരാജ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അറിയപ്പെടില്ല. ആർമി ബാബു പറഞ്ഞത് അറിയുള്ളൂ. നമ്മൾ ഈ അഭയ മോട്ടോർഡ് പറഞ്ഞ സ്ഥാപനം നടത്താൻ തുടങ്ങിയിട്ട് സുമാർ ഒരു 12 വർഷത്തിലേറെയായി. അതിൽ 8 വർഷത്തോളം നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ആയിരുന്നു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് SMBയിലേക്ക് മാറി ഇവിടെ പുതിയ സ്ഥാപനം കിട്ടി. ഇപ്പോൾ ഇവിടെയാണ്. മിക്സർ മെഷീൻ എടുത്തു, ഷീറ്റ് എടുത്തു. പിന്നെ പണിക്കാരെ, പുറത്തുള്ള പണിക്കാരായിരുന്നു, അവരൊക്കെ നമ്മൾ വിളിച്ച് സംസാരിച്ചു. പണിക്കാരൊക്കെ എൻ്റെ ഒപ്പം ചേർന്നു. അവരുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ നിലയിൽ എത്താനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ ഈ മിഷൻ ആവശ്യങ്ങൾ എനിക്ക് പണിക്ക് ആവശ്യമായി വന്ന കാരണം ഞാൻ കുറച്ച് മിഷനുകൾ വാങ്ങി അത് വീട്ടിലാണ് ഡംപ് ചെയ്തിരുന്നത്. പിന്നീട് ഒരു 10-15ഓളം മിഷൻ അവിടെ ഉണ്ടായിരുന്നു, വെള്ളമടിക്കുന്ന മിഷൻ. അതുപോലെ കോൺക്രീറ്റ് സംബന്ധിച്ച് ആവശ്യമായ മിഷനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നിയത് ആ മിഷൻ അവിടെയുള്ള സ്ഥിതിക്ക് ഒരു കട ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം, അതിന് എന്തെങ്കിലും വരുമാനം നമുക്ക് വരുമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു വാടകയ്ക്ക് കട എടുത്തു. ആ കടയിൽ അങ്ങനെ തുടങ്ങി. കട തുടങ്ങുന്ന അവസരത്തിൽ 33-34 ഐറ്റംസ് സാധനം ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ ലോണായിരുന്നു. അതൊക്കെ ഞാൻ അടച്ച് വീട്ടി. പിന്നെ അങ്ങനെ ഓരോ ഐറ്റംസ് വാങ്ങി കൂട്ടി ഇപ്പോൾ ചുരുങ്ങിയ ഒരു 100-100 ചില്ലാനോ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഈ കടയിൽ. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് എല്ലാ സൈസ് മെഷീനുണ്ട് ഇവിടെ. കോൺക്രീറ്റ് സംബന്ധിച്ച മെഷീനുകൾ, അതുപോലെ ഡ്രില്ല്, വെള്ളമടിക്കുന്ന മെഷീനുകൾ, ഒരുപാട് മെഷീൻ ഉണ്ട്. ഇതുകൊണ്ട് അതുപോലെ ഹെർത്താമർ, എർത്ത് കോറ്, പിന്നെ ഫാനുകൾ, പിന്നെ ജനറേറ്റർ 650 മുതൽ 13,000 kV വരെയുള്ള ജനറേറ്ററുകളുണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ. ഈ മേഖല തിരഞ്ഞെടുക്കുന്ന മുന്നേ ഞാൻ ടാക്സി ഡ്രൈവറായിരുന്നു. ഓട്ടോ ഉണ്ടായിരുന്നു, ടാക്സി ജീപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഓടിയിരുന്നത്. അതിനുശേഷം എനിക്ക് ഗൾഫിലേക്ക് പോകാനൊരു ചാൻസ് കിട്ടി. ആ ചാൻസിൽ ഞാൻ പോയി. പക്ഷേ അവിടെ പോയിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. 3 വർഷത്തോളം അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി. അവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഒരു പെട്ടി ഓട്ടോയിൽ കയറി, ഒരു മീൻ വണ്ടിയിലായിരുന്നു കയറി. ആ മീൻ വണ്ടിയിൽ ഓടുന്ന സമയത്താണ് വൈഫ് ഒരു ലോണിന് അപേക്ഷിച്ചു. ആ ലോണ് സ്റ്റേറ്റ് ബാങ്കിൽ അപേക്ഷിച്ചു. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടി. പക്ഷേ ലോൺ പാസ്സായിട്ടും ലോണ് സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അവർക്ക് തിരിച്ചടവിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം നമുക്ക് വേറെ പണികളൊന്നുമില്ലല്ലോ. അതിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അന്ന് വാർഡ് മെമ്പറായിരുന്ന ശ്രീകണ്ഠേട്ടൻ, ഇപ്പോൾ MP ആണ് അദ്ദേഹമാണ് എന്നെ സ്റ്റേറ്റ് ബാങ്കിലേക്ക് കൊണ്ടുപോയി മാനേജറായിട്ട് സംസാരിച്ചു. അപ്പോൾ മാനേജർ സംസാരിച്ചപ്പോഴാണ് മാനേജർ പറഞ്ഞത് തിരിച്ചടവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ ഉള്ള MP ശ്രീകണ്ഠേട്ടൻ പറഞ്ഞു, ഇത് എൻ്റെ വേണ്ടപ്പെട്ട ആളാണ് ബാബു, എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ശ്രീകണ്ഠേട്ടൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പൈസ ഉണ്ട് സംഭവം. അപ്പോൾ ബാബു അടച്ചില്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. ആ ഉറപ്പിലാണ് എനിക്ക് ലോൺ തന്നതും. പിന്നീട് ഞാനത് പണിയെടുത്ത് മിഷൻ വാങ്ങി, അതുപോലെ ഷീറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി, അതിൽ നിന്ന് വരുമാനം ഉണ്ടായി. അടവ് കറക്റ്റായി അടച്ചു. 1 ലക്ഷം രൂപ സബ്സിഡി കിട്ടി. അതിനുശേഷം ശ്രീകണ്ഠേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അങ്ങനെ അടവൊക്കെ ക്ലോസ് ചെയ്തു. ഈ സ്ഥാപനത്തിൻ്റെ അതുപോലെ എൻ്റെ വിജയത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം എന്നല്ല, ഒന്നാമത്തെ സത്യം പറഞ്ഞത് വൈഫിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. കാരണം വൈഫ് വന്നതിന് ശേഷമാണ്, വൈഫിൻ്റെ ഒരു ചിട്ടയായ പ്രവർത്തന രീതി കൊണ്ടാണ് ഈ സ്ഥാപനം നിലനിന്ന് പോകണം, അതുപോലെ ഇങ്ങനെ ഉയരാനുള്ളൊരു കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് വൈഫിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഞാൻ കസ്റ്റമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ വന്നാൽ മതി, പിന്നെ കസ്റ്റമർ ഇവിടെ നിന്ന് പോവില്ല. കാരണം നമ്മളെ പെരുമാറ്റം അങ്ങനെയാണ്. അവർ എന്താ ചോദിക്കണതിനനുസരിച്ച് നമ്മൾ നല്ല വൃത്തിയായ മറുപടി, അതുപോലെ തന്നെ ഈ വാടക റെൻറ്റിൻ്റെ കാര്യം അനുസരിച്ച് മിതമായ രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. അതിൻ്റെ 7:30 to 7:30 നമ്മളെ കണക്ക്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് മിഷൻ ഉപയോഗിക്കാത്ത ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല കട്ടിങ്ങോ അതുപോലെ കോൺക്രീറ്റ് പൊളിക്കാനോ പുല്ല് വെട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ളൊരു സംവിധാനം കൂടി ഉണ്ട്. ഫാമിലി ഞാൻ, എൻ്റെ വൈഫ് ഗീത, മൂത്ത മകൻ അശ്വരാജ് ഡിഗ്രി 3rd ഇയർ, രണ്ടാമത്തെ മോൻ അഭയരാജ്, അവൻ്റെ പേരിലാണ് കട, അവൻ 2nd ഇയർ, രണ്ടാളും കോളേജിൽ പഠിക്കുന്നു. അച്ഛൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അച്ഛൻ എക്സ്-മിലിറ്ററി ആയിരുന്നു. ആ ഒരു എക്സ്-മിലിറ്ററിയുടെ ആ പേര് പറഞ്ഞിട്ടാണ് എൻ്റെ മിലിറ്ററി ബാബു പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അല്ല, ബാബുരാജ് പറഞ്ഞാൽ ആർക്കും അറിയില്ല അങ്ങനെ. പിന്നെ അമ്മ ഉണ്ട്, ഇപ്പം ജീവിച്ചവരുണ്ട്, അനിയുണ്ട്, 2 അനിയന്മാരുണ്ട്, എല്ലാവരെയും
കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളുണ്ട്, അവർക്ക് കുട്ടികളും മക്കളൊക്കെ ഉണ്ട്, സുഖമായിരിക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ചെറിയ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അത് നമ്മളെ ടേബിളിൽ ഓരോന്ന് ചെയ്തതിൻ്റെതൊക്കെ ടേബിളിൽ ഓരോ മൊമെൻ്റ് കിട്ടിയതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ പറയുന്നത് നമുക്ക് ഈ മരണം വരെ ഈ മിഷനായിട്ടുള്ള മല്ലിക്കെട്ടന്നെ. അല്ല ഇപ്പം എന്താ പറയുക, കോവിഡ് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടന്നായിരുന്നു. കോവിഡ് സമയത്ത് പണിയെടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ആൾക്കാരൊന്നും കൂടി നടക്കാൻ പാടില്ല, അങ്ങനെ ഒരു ഇതല്ലായിരുന്നു. പിന്നെ ആ സമയത്ത് എൻ്റെ കയ്യിൽ 20-22 പേര് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു പണിക്കാർ. ഈ പണിക്കാർക്ക് നമ്മൾ കടയിൽ നിന്ന് സാധനം എത്തിച്ചു കൊടുത്തിട്ടും അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ചുരുങ്ങിയതൊരു 10, 20, 30 ഒരു മാസത്തോളം എല്ലാ കടയിലും അക്കൗണ്ട് തന്നെ ആയിരുന്നു. പണികൾ തീരണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ കോവിഡിൻ്റെ ഒരു പ്രതിഫലനം എപ്പോഴും കാണാനുണ്ട്. കാരണം പഴയ പോലെ ഒന്നുമല്ല. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 മിഷൻ ഓടിയാലും തികയാതെ നമ്മൾ പുറത്തുനിന്ന് മിഷൻ വാടകയ്ക്ക് എടുത്ത് പണിക്കാരെടുത്ത് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കമ്മിയായി ഇരിക്കണു. അതുപോലെ തന്നെ ഇപ്പോൾ 1-2 മിഷനൊക്കെ ഓടും. അതും മാസത്തിൽ ചിലപ്പോൾ ഒരു 3, 4, 5, 6 പണി ഉണ്ടാവുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, മാസം 20-30 ദിവസത്തിൻ്റെ തിരികെ 20-25 ദിവസം മിഷൻ്റെ വർക്ക് ഉണ്ടാവും. പണിക്കാർക്കും അതേപോലെ പണി ഉണ്ടാവും. കോവിഡിന് ശേഷം വളരെ കമ്മിയാണ്. മേഖല കംപ്ലീറ്റ് മോശം തന്നെയാണ്. പക്ഷെ എന്തായാലും നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് പിടിച്ചു നിന്ന് പോകണം. ഡെലിവറി ചെയ്യാറുണ്ട്. ഇപ്പോൾ ആരെങ്കിലും വിളിച്ചപ്പോൾ കുറച്ച് ദൂരെ അല്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ എന്ത് സാധനം പറഞ്ഞാലും നമ്മൾ വണ്ടിയിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അത് വണ്ടിയുടെ ചെറിയൊരു പൈസ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും അവർ വിളിക്കാതെ ഉണ്ടാവില്ലോ. അവർ എന്ത് സാധനം വേണം പറഞ്ഞാൽ ചെറിയ മോട്ടർ, അതേപോലെ വല്ല പൈപ്പുകളോ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് എല്ലാ സാധനങ്ങളും എന്ത് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാറുണ്ട്. ഡെലിവറി ഒക്കെ ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു പ്രത്യേകത ഇപ്പോൾ പുതുതായി നമ്മൾ തുടങ്ങിയിരിക്കുന്നത് സൗണ്ടിൻ്റെ സിസ്റ്റമാണ്. അതായത് വലിയ സിസ്റ്റം അല്ല, ഒരു മീഡിയം രീതിയിലുള്ള നമ്മൾ വണ്ടിയിലെ അനൗൺസ്മെൻറ്റിൻ്റെ പരിപാടി, അതുപോലെ കരാക്കെ ഗാനമേളയ്ക്കുള്ള സാധനങ്ങൾ, കരാക്കെ പാടുന്ന ആൾക്കാരുണ്ട്, കരാക്കെക്കാരുണ്ട്, എല്ലാ ട്രൂപ്പുണ്ട് നമ്മുടെ അടുത്ത്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മളൊരു ചുരുങ്ങിയതൊരു 15,000-20,000 വാട്ട്സിൻ്റെ DJ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. പുതിയ അഭയ് മോട്ടോർ വേൾഡ് സ്ഥിതി ചെയ്യുന്നത് SMB തിയേറ്ററിന് ഓപ്പോസിറ്റ് മലബാർ ഡിജിറ്റലിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അതായത് നമ്മുടെ പഴയ സെക്രട്ടേറിയറ്റ് കോൺവെന്റിലേക്ക് പോകുന്ന റോഡിൽ നിന്നും ഒരു 10 മീറ്റർ ഉള്ളിൽ